ലവ് സ്റ്റോറി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ്. എടുത്തു പറയത്തൊക്കെ അവരുടെ രണ്ടുപേരുടെയും ലവ് കെമിസ്ട്രി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്, റൊമാൻസും അതുപോലെ തന്നെയുണ്ട്. ഫാമിലി വന്നാൽ നന്നായിട്ട് എന്റർടൈൻഡ് ആകും. ഈ വീക്കെൻഡിന് നല്ലൊരു മൂവിയാണിത്. നസ്ലിന്റെ അഭിനയം എല്ലാം നല്ലതാണ്. അമിതയും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. തണ്ണീർമത്തന്റെ അതുപോലെ തന്നെയാണ്, പക്ഷേ അതൊരു സ്കൂൾ കാലഘട്ടമാണ്, ഇതൊരു ജോബ് റിലേറ്റഡ് നല്ല സിനിമയാണ്. ഭയങ്കര കോമഡി ആയിരുന്നു, റിലേറ്റബിൾ ആയിരുന്നു. റൊമാൻസും ഉണ്ട്, കോമഡി ഉണ്ട്. അത് സ്കൂൾ, ഇതൊരു ജോബ് റിലേറ്റഡ്. ആ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് അത്ര. അത് ഭയങ്കര ഒരു മാസ് ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പ് ആൾക്കാരും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഉറപ്പായിട്ടും ഇത് നല്ലൊരു റേറ്റിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല ക്യാരക്ടർ എല്ലാ ക്യാരക്ടേഴ്സും ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവരും നന്നായി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓസം, വെരി ഗുഡ് എന്റർടൈൻമെന്റ് ഫിലിം. ഇല്ല നല്ല കോമഡി പടം. എന്റർടൈൻമെന്റ് സൂപ്പറാണ്, പൊളിച്ചു. കോമഡി ആയിരുന്നു. നല്ല ചിരിക്കാനുള്ള സിനിമയാണ്, നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണണം. ലാഗൊന്നും അടുപ്പിച്ചില്ല, നന്നായിട്ട് ഫുൾ ടൈം ഫണ്ണാണ്, നല്ല ചിരിക്കാൻ ഒരുപാടുണ്ട് ആ സിനിമയിൽ തന്നെ. പടം കൊള്ളാം, നല്ല ന്യൂ ജനറേഷൻ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. കൊള്ളാം, നല്ല സൂപ്പർ പടം. ചിരിക്കാനുണ്ട്, പക്ഷേ കോമഡിയും എന്റർടൈൻമെൻറ്റും എല്ലാം ഉണ്ട്. എല്ലാം ഒരു നല്ല പടമായിരുന്നു. പ്രതീക്ഷയെക്കാട്ടി നല്ല പടമായിരുന്നു. കൂടുതൽ എല്ലാവരുടെയും അഭിനയം നല്ലതായിരുന്നു. നല്ല ക്യാരക്ടറൈസേഷൻ, എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് പടമാണ്, ഫാമിലി എന്റർടൈൻമെന്റ്. നല്ല പടം. ഒരു നിമിഷം പോലും ലാഗ് അടുപ്പിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇങ്ങനെ ഞാൻ കുറേ നാളായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചത്. കുറേ സോഷ്യൽ മീഡിയ നമ്മൾ ചിലരൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ ഇത് സിനിമയിൽ ഉപയോഗിച്ച് അത് നെഗറ്റീവായി പോയി. പക്ഷേ ഇതിനകത്തെല്ലാം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യ പകുതിയും നല്ലൊരു കോമിക് എലിമെൻ്റ് എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നത് ഒരു സിമ്പിൾ ലവ് സ്റ്റോറിയാണ്. പിന്നെ എന്നെ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ആദ്യം പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് വെച്ചാൽ ഹൈദരാബാദ് പശ്ചാത്തലമായിട്ട് വരുന്ന സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടില്ല. ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നഗരമാണ്. ഹൈദരാബാദിൻ്റെ നുക്ക് ആൻഡ് കോർണറൊക്കെ ഇത് ഏകദേശ രീതിയിൽ എല്ലാ ലാൻഡ്മാർക്സ് അടക്കം ഇത് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ വളരെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്കൊന്ന് നമ്മൾ പിരിമുറുക്കങ്ങളെല്ലാം മാറി ഒന്ന് ചിരിച്ച് കോമഡി എല്ലാം വർക്കൗട്ടായി.